ദൈവത്തോട് ഹബക്കൂക്ക് പറയുകയാണേ, 1, നീ പ്രാർത്ഥന കേൾക്കാത്തവനാണ്. 2, നീ രക്ഷിക്കാത്തവനാണ്. 3, നീ പ്രവർത്തിക്കാത്തവനാണ്. 4, നീ ദുഷ്ടന്റെ ദോഷം കണക്കിടാത്തവനാണ്. 5, നീ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നവനാണ്. 1-ാം അധ്യായത്തിൽ ഹബക്കൂക്കിനുണ്ടായ അനുഭവമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? കർത്താവേ, നീ രക്ഷിക്കാതിരിക്കുന്നത് എന്ത്? നീ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് എന്ത്? നീ പ്രവർത്തിക്കാതിരിക്കുന്നത് എന്ത്? നീ ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നത് എന്ത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അതൊരു 1-ാം അധ്യായം കേട്ടോ. പക്ഷെ 2-ാം അധ്യായത്തിന്റെ 2 മുതൽ വാക്യങ്ങൾ, യഹോവ എന്നോട് ഉത്തരം അരുളിയത് കണ്ടോ. 1-ാം അധ്യായത്തിൽ മിണ്ടാതിരിക്കുന്ന ദൈവം, ശ്രദ്ധിച്ചോ, മിണ്ടാത്ത ദൈവം, ഉത്തരം പറയാത്ത ദൈവം, മറുപടി തരാത്ത ദൈവം, ദുഷ്ടന്റെ ദോഷം കണക്കിടാത്ത ദൈവം, വെറുതെ നോക്കി നിൽക്കുന്ന ദൈവം. പക്ഷെ 2-ാം അധ്യായത്തിൽ വന്നപ്പോ രംഗം മാറി. എന്താണ്? ദൈവം ഹബക്കൂക്കിന് ഉത്തരം കൊടുത്തു.